Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു പുതിയ വർഷത്തേക്ക് നാം കയറാൻ പോവുകയാണ്. ഈ ഒരു വർഷം കർത്താവ് നമുക്ക് തരുമ്പോൾ കർത്താവിന് വേണ്ടി ശ്രേഷ്ഠകരമായ ചില കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം നാം എല്ലാവരും ആഗ്രഹിക്കുകയും ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. 85 സങ്കീർത്തനം 6 വാക്യം വായിക്കുമ്പോൾ, വിൽ യു നോട്ട് റിവൈവ് ആസ് അഗൈൻ ദാറ്റ് യുവർ പീപ്പിൾ മേ റിജോയ്സ് ഇൻ യു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? കർത്താവിനോട് പറയുന്നു, വീണ്ടും. ആമേൻ. പല ദേശങ്ങളിൽ ഉണർവുകൾ നടന്നു. അപ്പോൾ തന്നെ വീണ്ടും ഒരു ഉണർവ് ആമേൻ 2025 കർത്താവ് ചെയ്യും. ആ ഉണർവിന് നിങ്ങൾ ഓരോരുത്തരും ഒരു എഫെസോസായി മാറണം. എഫെസോസിലുണ്ടായ ഉണർവ് പോലെ, ആമേൻ, അസൂസ സ്ട്രീറ്റിൽ ഉണ്ടായ ഉണർവ് പോലെ, വെയിൽസിൽ ഉണ്ടായ ഉണർവ് പോലെ, ടൊറന്റോ എയർപോർട്ട് ചർച്ചിൽ ഉണ്ടായ ഉണർവ് പോലെ അനേക മിഷണറി വീരന്മാർ പലയിടത്തും എഴുന്നേൽക്കുകയും അനേക സ്ഥലങ്ങളിൽ ഉണർവിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസണാണ്. ആ കൂട്ടത്തിൽ അതിൽ ഒരാൾ നിങ്ങളും കൂടെയാണ്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? എ റിവൈവൽ ഓഫ് ഗോഡ്സ് പവർ ഈസ് കമ്മിങ്. ദൈവശക്തിയുടെ ഉണർവ് വരാൻ പോകുകയാണ്. ഒരു സാധാരണ ഉണർവല്ല. ആമേൻ. പെന്തക്കോസ്ത് നാൾ വെളിപ്പെട്ടതുപോലെ 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച മാളിക മുറിയിൽ അനുഭവപ്പെട്ട ഒരു വലിയ ദൈവികമായ സ്പർശനം, ഒരു ദൈവികമായ വിടുതൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. ഒരു സാധാരണ വിടുതലല്ല, അസാധാരണമായ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. തീവ്രമായ വാഞ്ഛയും സ്നേഹവും ഉണ്ടാകണം. ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നമ്മളിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ച ഒരു വലിയ വിളിയുണ്ട്. ആമേൻ. ദൈവം നമുക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ തന്നതും തരുന്നതും നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതിന് വേണ്ടിയല്ല, പിന്നെയോ ക്രിസ്തു രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി. ആമേൻ. അസറ്റ്സ് വർദ്ധിപ്പിക്കുവാൻ, ആമേൻ, ആത്മാക്കൾ ഏറി വരുവാൻ, ആമേൻ, നിത്യ നരകത്തിലേക്കുള്ള വ്യക്തികളുടെ യാത്രകൾ അവസാനിപ്പിച്ച് നിത്യതയ്ക്ക് അനേകർ അവകാശികളായി തീരുവാൻ, അതിൻ്റെ ആമേൻ ഓരോ രാജ്യത്തും വ്യക്തികളെ നേടിയെടുക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറച്ചിരിക്കുകയാണ്. ഈ ശക്തിയുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങളൊരു വ്യക്തിയോട് സുവിശേഷം പറയാൻ വാ തുറക്കുമ്പോൾ അത് സ്പർശിക്കപ്പെടും. നിങ്ങളുടെ കഴിവല്ല, നമ്മുടെ കഴിവല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പ്രവൃത്തിയും പ്രവർത്തനവുമാണ്. ഹല്ലേലൂയ. ആമേൻ. മത്തായി 5:6 വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നമ്മുടെ ജീവിതത്തിൽ നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി, പ്രമാണത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു വലിയ ഹൃദയം ഈ പുതിയ വർഷത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ.
അങ്ങനെ സംഭവിക്കും. ഓരോരുത്തരെയും ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന നിലയിൽ എത്തിക്കട്ടെ. A revival of God's power is coming. ദൈവശക്തിയുടെ ഉണർവ് വരാൻ പോകുന്നു. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ദൈവശക്തിയുടെ ഈ വലിയ ഉണർവിന് വേണ്ടി ഈ കേൾക്കുന്ന ജനം തികഞ്ഞു വരുവാനിടയാക്കണമേ. അസാധാരണമായ നിലയിൽ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് ഉപയോഗിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവ് വിവിധ ഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട്. തലമുറയെക്കുറിച്ചുള്ള ഭാരം, ബിസിനസ്സിനെ കുറിച്ചുള്ള ഭാരം, ആരോഗ്യപരമായ വിഷയത്തെക്കുറിച്ചുള്ള ഭാരം, ഫാമിലി ഇഷ്യൂസ്, ആമേൻ, സ്പിരിച്വൽ മേഖലയിലുള്ള ഡെലിവറൻസ്, ഇതെല്ലാം ദൈവം ഒരുക്കണമേ. ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്നവർ, ജനറേഷന്റെ മേൽ ആമേൻ ചില കേഴ്സുകളായിരിക്കുന്നത് മാറിപ്പോകുവാൻ എല്ലാം കർത്താവിടയാക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനത്തെ, അനേക ആത്മാക്കളെ നേടുവാൻ ഈ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ഒരു സോൾ വിന്നറായി ദൈവം മാറ്റണമേ. അനേക സ്ഥലങ്ങളിൽ ഉണർവ് കൊണ്ടുവരുന്നവരാക്കി ദൈവം മാറ്റണമേ. അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തുന്നവരായി മാറ്റണമേ. സാക്ഷ്യമുള്ളവരായി നിർത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു. ഈ പുതിയ വർഷം ദൈവത്തിൻ്റെ ഭയങ്കര ബ്ലെസ്സിങ് നിങ്ങൾ കാണാൻ പോകുന്നു, അനുഭവിക്കാൻ പോകുന്നു. ആമേൻ.